ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹോം മെയ്ഡായിട്ട് മോൾഡും ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കപ്പ് കേക്ക് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. ഈ കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്കും ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഒരു കപ്പ് ചായയുടെ കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു കപ്പ് മൈദപ്പൊടി, അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി മിക്സിയുടെ വലിയ ജാറിലാണ് നമ്മളിതിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു 10 സെക്കൻഡൊക്കെ അടിച്ചാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിന് കുറച്ചുകൂടെ മുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊടികളൊക്കെ ഉണ്ടല്ലോ, ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതൊക്കെ 2 സ്പൂൺ വെച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് എടുത്തിട്ടാണ്, ഒരു 3-4 തവണയായിട്ടാണ് പൊടികൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. മുഴുവൻ പൊടിയും ചേർക്കാണ് ലാസ്റ്റ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടി മുഴുവൻ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു തിക്കായി തോന്നി. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത പാലിൽ 1/4 കപ്പിൽ കുറച്ച് പാല് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറേശ്ശെയാണ് കേട്ടോ ചേർത്തത്. അതുപോലെ തന്നെ ഇതാ പേപ്പർ ഗ്ലാസ് ആണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഓയിലൊന്ന് തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറാണ്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ചേർക്കേണ്ട കാര്യമുള്ളൂ. ഇനി നമുക്ക് ഓരോ മോൾഡിലായിട്ട് നമ്മുടെ ഈ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സ്, കാഷ്യൂ നട്ട്സ് ആണ്, അതും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് മുന്നായിട്ട്. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പിൽ അറിയാമല്ലോ, നമ്മൾ മുമ്പ് ഡോൾ കേക്കൊക്കെ ഉണ്ടാക്കിയത് ഇതുപോലെ ഓവൻ സെറ്റപ്പിലാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഓരോ കപ്പ് കേക്കിൻ്റെ ഇതും ബാറ്ററും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം വെച്ചിട്ട് കറക്റ്റ് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ ഞാൻ എന്താ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് എല്ലാത്തിൻ്റെയും സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ എല്ലാം എന്താ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളുടെ ഈ സ്റ്റിക്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കേക്കും നല്ല ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്ത ഒരളവിലുണ്ടല്ലോ 9 കപ്പ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളൊരു കപ്പ് മൈദപ്പൊടിയാണല്ലോ എടുത്തത്. ഈ ഒരളവിൽ 9 കപ്പ് കേക്ക്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് നമുക്കിനി വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കപ്പ് കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കപ്പ് കേക്കിൻ്റെ ഇതുപോലെ നമുക്ക് അതിങ്ങനെ കുറച്ച് സ്റ്റിക്കായിട്ടിരിക്കില്ലേ, ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഇതിൽ നമുക്ക് വിട്ടുപോരുകയും ചെയ്യും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റാണ് ആൻഡ് നല്ല സ്പോഞ്ചിയാണ്. കണ്ടോ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവുകയും ചെയ്യും. ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം.